സംസ്ഥാനത്തെ മെഡിക്കൽ ലാബുകളുടെ പൊള്ളത്തരങ്ങളെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തുന്ന അന്വേഷണം. ചികിത്സ വേണ്ടത് ആർക്ക്? പക്ഷികളുടെയും മൃഗങ്ങളുടെയും രക്തവും മനുഷ്യരക്തവും തിരിച്ചറിയാനാവാത്ത ലാബുകൾ. കോഴിയുടെയും പട്ടിയുടെയും രക്തം നൽകി പ്രമേഹവും രക്തഘടകങ്ങളുടെ അളവുകളും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ സംസ്ഥാനത്തെ ചില ലാബുകൾ അതും ചെയ്തു തരും. അടിസ്ഥാന യോഗ്യതകളില്ലാത്ത ലാബ് ടെക്നീഷ്യന്മാരെക്കുറിച്ചും മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന ലാബുകളെക്കുറിച്ചും ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. ശാസ്ത്രീയമായ പരിശോധനയിൽ പ്രകടമായ വ്യത്യാസം കാണുന്ന കോഴിയുടെ രക്തം മനുഷ്യരക്തം എന്ന വ്യാജേന കൊടുത്താൽ അത് തിരിച്ചറിയാൻ ലബോറട്ടറി ടെക്നീഷ്യന്മാർക്ക് കഴിയുമോ? ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച മുട്ടക്കോഴി, പരിശോധനയ്ക്കായി മൃഗാശുപത്രിയിലെത്തിച്ച നായ, ഇവയുടെ രക്തമാണ് ഞങ്ങൾ പരിശോധനയ്ക്കായി എടുത്തത്. അതും ശാസ്ത്രീയമായി തന്നെ. ഇനി ക്ലിനിക്കൽ ലാബിലേക്ക്. വലിയതുറ സർക്കാർ ആശുപത്രിക്ക് സമീപമുള്ള 3 ലാബുകൾ. എല്ലാ പരിശോധനയും നടത്തുമെന്ന വലിയ ബോർഡ്. കോഴിയുടെ രക്തം സോബിൻ 15 വയസ്സ്, തങ്കമ്മ 58 വയസ്സ് എന്നീ പേരുകളിൽ പരിശോധനയ്ക്ക് നൽകി. പട്ടിയുടെ രക്തം മണിയൻ 60 വയസ്സ് എന്ന പേരിലും. പ്രമേഹം, കൊളസ്ട്രോൾ, രക്തത്തിലെ ഘടകങ്ങൾ എന്നിവ പരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതും ഒരു ഡോക്ടറുടെ പോലും കുറിപ്പടിയില്ലാതെ. 1.5 മണിക്കൂറിനകം പരിശോധനാ ഫലം റെഡി. കോഴിക്ക് പ്രമേഹവും കൊളസ്ട്രോളും ഉണ്ടെന്ന് ഈ ലാബിലെ അതിവിദഗ്ധർ കണ്ടെത്തി. നായയ്ക്ക് രക്തക്കുറവും ESR 45 ആണെന്നും പരിശോധനാ ഫലം. മാത്രമല്ല, ശ്വേതരക്താണുക്കളുടെ അഥവാ WBCയുടെ അളവ് മനുഷ്യരക്തത്തിലേതിന് തുല്യമാക്കിയുള്ള റിപ്പോർട്ടും കിട്ടി. നായയുടെയും കോഴിയുടെയും രക്തം ഒരുമിച്ച് ചേർത്ത് ഒരിക്കൽ കൂടി പരിശോധനയ്ക്ക് നൽകി. അപ്പോഴും പരിശോധനാ ഫലം മനുഷ്യരക്തത്തിന് തുല്യം. ആരോഗ്യ കേരളത്തിന് മാനക്കേടാണിത്. ഇതിന് നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായില്ലെങ്കിൽ നിർണായക ചൂണ്ടുപലകയാകുന്ന പരിശോധനാ ഫലങ്ങളിൽ നിരവധി ജീവനുകൾ പൊലിയും. ക്യാമറാമാൻമാരായ സുരേഷ് നായർക്കും വിനോദ് കുമാറിനുമൊപ്പം PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.